എല്ലാവർക്കും നമസ്കാരം. ഞാൻ റിസ്വാന കെ എ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദി സ്ട്രെയിറ്റ് ലൈനെ പറ്റിയാണ്. എന്താണ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് നോക്കാം. ഡെഫിനിഷൻ: എവറി സ്ട്രെയിറ്റ് ലൈൻ ഓഫ് ഫസ്റ്റ് ഡിഗ്രി ഇൻ എക്സ് വൈ റെപ്രസെൻറ്റ് സ്റ്റേറ്റ്. അതായത് എക്സ് വൈ ടേംസിൽ ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ നമുക്ക് തരുവാണെങ്കിൽ ആ ഇക്വേഷൻ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറയാം. എക്സാമ്പിൾ: 3x + 2y = 0. ഇവിടെ എക്സും വൈയും ഏത് ഫോമിലാണ്? ഫസ്റ്റ് ഡിഗ്രി ഫോമിലാണ്. അതുകൊണ്ട് നമുക്കിത് എന്ത് പറയാം? ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറയാം. ഒരു നോൺ എക്സാമ്പിളും കൂടി ഗിവൺ ആണ്. x² + ഇത് പവറിലാണ് കിടക്കുന്നത്. x² + 2y² = 0. ഇതിൻ്റെ പവർ ഇത് ഒരു ഫസ്റ്റ് ഡിഗ്രി അല്ല. അതിനെ കൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് x² + 2y² = 0 എന്ന് പറയുന്നത് ഇക്വേഷൻ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ അല്ല. ഈ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കായിട്ട് വരുന്നത് സ്ലോപ്പ് ഓഫ് ദി ലൈനാണ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ സ്ലോപ്പിന് എന്താ പറയുക? ചെരിവ് എന്നല്ലേ പറയാം. അപ്പം ഒരു ആംഗിള്, ഒരു ചെരിവ് എന്ന് പറയുമ്പോൾ അതിനൊരു ആംഗിൾ ഉണ്ടാവും. അപ്പം ഒരു സ്ലോപ്പ് ഓഫ് ദി ലൈൻ എന്ന് പറയുന്ന ഡെഫിനിഷൻ: slope of the line is the tangent of an angle measured anti-clockwise from the positive x-axis. അതായത് പോസിറ്റീവ് എക്സ് ആക്സിസിന് ആൻറ്റി ക്ലോക്ക് ഡിറക്ഷനിൽ നമ്മളൊരു ടാൻജൻറ്റ് ആംഗിളിനെയാണ് സ്ലോപ്പ് ഓഫ് ദി ലൈൻ എന്ന് പറയുന്നത്. ഇപ്പം ഈ ഒരു രണ്ട് ഗ്രാഫ് നോക്കുക. ഇതിൽ ഫസ്റ്റ് ഗ്രാഫിലോട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് ആക്സിസ് ഉണ്ട്, അതുപോലെ ഇവിടെ ലൈൻ ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു വൈ ആക്സിസും ഉണ്ട്. ഈ പോസിറ്റീവ് എക്സ് ആക്സിസിൻ്റെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ നമ്മൾ പോകുമ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ഉണ്ട്. ഇവിടെ തീറ്റ ഉണ്ട്. ഇവിടെ ഈ ഒരു തീറ്റ ആണ്, ടാൻ തീറ്റയാണ് ഈ ഗിവൺ ആയിട്ടുള്ള ഈ ഒരു ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത ഗ്രാഫ് നോക്കുക. അടുത്ത ഈ ഒരു ഗ്രാഫിൽ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ തന്നെ ഇവിടെ എക്സ് ആക്സിസ് ആണ് ആൻഡ് ഹിയർ വൈ ആക്സിസ്. ഇവിടെ ഉണ്ടാക്കുന്ന ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ ഈ ഒരു ലൈനിൻ്റെ. അതുകൊണ്ട് ഇവിടുത്തെ ഈ തീറ്റ എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ഒരു ലൈനിൻ്റെ സ്ലോപ്പ് കിട്ടുന്നത്. നേരെ മറിച്ച് നമ്മൾ പോസിറ്റീവ് എക്സ് ആക്സിസിന് ഈ ഒരു ആംഗിൾ നമുക്ക് എടുക്കാൻ കഴിയില്ല. ഇവിടുത്തെ ഈ ഒരു ആംഗിൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതെന്താവില്ല? സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ ആവില്ല. കാരണം എന്താണ്? ഇത് ക്ലോക്ക് വൈസിലാണ് ഡിറക്ഷനിൽ പോവുക. അപ്പോൾ നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ തന്നെ വേണം. സോ അടുത്തത് നമുക്ക് സ്ലോപ്പ് ഓഫ് ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഈ ഒരു ലൈന് നമുക്ക് മേലെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ലൈന് നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് പോയിൻ്റ് എടുക്കുക. x1 x2 രണ്ട് പോയിൻ്റ് എടുക്കുക. x1 y1 ആൻഡ് x2 y2. x1 y1 ആൻഡ് അടുത്തൊരു പോയിൻ്റാണ് x2 y2. രണ്ട് പോയിൻ്റ് എടുത്തു. ഒരു ലൈനിനെ കട്ട് ചെയ്യുന്ന രണ്ട് പോയിൻ്റ് നമ്മളെടുത്തു. ഇനി ഇതിൻ്റെ സ്ലോപ്പ് ഓഫ് ദീസ് പോയിൻ്റ് വെച്ചിട്ടുള്ള സ്ലോപ്പ് ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്തെഴുതാം? m ആണ് നമ്മൾ സ്ലോപ്പിനെ നോട്ടേറ്റ് ചെയ്യുന്നത്. y വ്യത്യാസം ഡിവൈഡഡ് ബൈ എക്സിലെ വ്യത്യാസം y1 - y2 ഡിവൈഡഡ് ബൈ x1 - x2. ആൻഡ് നമ്മളിതിനെ തീറ്റ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് m tan തീറ്റയാവും സ്ലോപ്പിൻ്റെ ഇക്വേഷൻ. ഇനി ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നത് ഈ ഒരു ഡയഗ്രത്തിൽ ഇതിൻ്റെ സ്ലോപ്പ് കാണാനായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഗിവൺ ലൈനിൻ്റെ സ്ലോപ്പ് കാണാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? π/4 ആണ്. ഗിവൺ ആണ്. ഇതിൻ്റെ സ്ലോപ്പ് നമുക്കറിയാം. എന്ത് കാണണം? ടാൻ തീറ്റ കാണണം. ടാൻ തീറ്റ എന്ന് പറയുന്നത്
നമുക്കറിയാം ആംഗിൾ π/4 ആണ് തന്നിരിക്കുന്നത്. ആംഗിൾ π/4 ആണ് തന്നിരിക്കുന്നത്. സ്ലോപ്പ് m = നമുക്കറിയാം tan π/4 ആണ് വരിക അല്ലേ. tan π/4 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ ദ സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ ഈസ് 1. ഓക്കെ.